Good morning, all of you. നമുക്കൊരു ചോദ്യം നോക്കാം. The transition area between two biomes എന്ന് പറയുന്നത് PYQ ആണ്. എക്കോട്ടോൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് ബയോംസുകളുടെ ഒരു ട്രാൻസിഷൻ ഏരിയയ്ക്ക് പറയുന്ന പേരാണ് എക്കോട്ടോൺ എന്നാണ്. The transition area between two biomes is called എക്കോട്ടോൺ. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളിത് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഓൾറെഡി. MAB എന്ന് പറയുന്ന സംഭവം എന്തുവാണെന്ന്. അതെ, MABയുടെ ഫുൾ ഫോം ഒന്ന് പറയാൻ പറ്റുമോ നോക്കിക്കേ. MAB മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാം ഏതിനകത്ത് വരും? ഓപ്ഷൻ ബി ആയിട്ട് വരും. മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാം. 2 പ്രാവശ്യം ഇത് പരീക്ഷയ്ക്കകത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അടുത്തത്, endemic plants are defined as plants growing in. Endemic plants are defined as the plants growing in geographically limited areas എന്ന് പറയുന്ന പേരാണ് endemic plants എന്ന് പറഞ്ഞിരിക്കുന്നത്. Endemic plants എന്ന് പറയുന്നത് എന്താണ്? ജിയോഗ്രഫിക്കലി ലിമിറ്റഡ് ഏരിയാസ് ആണ് എൻഡമിക് പ്ലാന്റ്സ്. താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടം കടന്നു പോകാത്ത സംസ്ഥാനം ഏത്? ഏതാണ് പശ്ചിമഘട്ടം കടന്നു പോകാത്ത സംസ്ഥാനം? ഉത്തർപ്രദേശ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ ആരായിരുന്നു? തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ ബോർഡിലോൺ ആണ്. ബോർഡിലോൺ ആണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ. വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുന്ന ആക്ട് ഏതാണ്? ബോർഡിലോൺ ആണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ. വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുന്ന ആക്ട് എന്ന് പറഞ്ഞത് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. 1980 ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് പ്രകാരമാണ് വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. താഴെ പറയുന്നവയിൽ കേരളത്തിൽ വിദേശ സസ്യം അല്ലാത്തത് ഏത്? ആഞ്ഞിലി. അക്കേഷ്യ, യുക്കാലിപ്റ്റസ്, കാറ്റാടി ഇവയെല്ലാം വിദേശ സസ്യങ്ങൾ ആണ്. അടുത്തത്, ഭീമൻ പാണ്ഡ എന്ന ഔദ്യോഗിക ചിഹ്നമുള്ള സംഘടന ഏത്? WWF ആണ് ഭീമൻ പാണ്ഡയുടെ ഔദ്യോഗിക ചിഹ്നമുള്ള സംഘടന. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോറസ്റ്റ് മാനേജ്മെന്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോറസ്റ്റ് മാനേജ്മെന്റ് ഭോപ്പാലിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭോപ്പാൽ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോറസ്റ്റ് മാനേജ്മെന്റ് ഭോപ്പാൽ. മീൻ വർഗത്തിലെ ഏറ്റവും വലിയ ജീവി ഏതാണ്? ഏതാണ് മീൻ വർഗത്തിലെ ഏറ്റവും വലിയ ജീവി? തിമിംഗല സ്രാവാണ്. തിമിംഗല സ്രാവാണ് മീൻ വർഗത്തിലെ ഏറ്റവും വലിയ ജീവി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കടുവാ സങ്കേതം ഇല്ലാത്ത സ്ഥലം ഏതാ? ഓപ്ഷൻ ബി വയനാട്. അടുത്തത്, പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന മരം ഏതാണ്? പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന മരം ചെങ്കുറിഞ്ഞി. കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഏതു വർഷമാണ്? കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1986 കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. 1986. കേരളത്തിലെ ഏക മയിൽ സങ്കേതം ഏതാണ്? ഓപ്ഷൻ എ ചൂളന്നൂർ ആണ്. വന്യജീവി സങ്കേതങ്ങൾ ഇല്ലാത്ത ഒരു ജില്ല ഏതാ? വന്യജീവി സങ്കേതങ്ങൾ ഇല്ലാത്തത് കാസർഗോഡ്. ഗിണ്ടി നാഷണൽ പാർക്ക് ഏത് നഗരത്തിന് സമീപം ആണ്? ഗിണ്ടി നാഷണൽ പാർക്ക്. ഗിണ്ടി നാഷണൽ പാർക്ക് ചെന്നൈക്ക് സമീപം ആണ്. ചെന്നൈക്ക്. ശരിയായ പ്രസ്താവന ഏതാ?
വരയാട് മൂന്നാറിൽ മാത്രം കാണപ്പെടുന്നു. വരയാട് ഇടുക്കി ജില്ലയിൽ മാത്രം കാണപ്പെടുന്നു. വരയാട് തിരുവനന്തപുരം ജില്ലയിലെ വനങ്ങളിലും കാണപ്പെടുന്നു. വരയാട് തിരുവനന്തപുരം ജില്ലയിലെ വനങ്ങളിലും കാണുന്നു എന്നതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. സംസ്ഥാന വന്യജീവി ബോർഡിന്റെ ചെയർമാൻ ആര്? മുഖ്യമന്ത്രി ആണ് സംസ്ഥാന വന്യജീവി ബോർഡിന്റെ ചെയർമാൻ. കേരളത്തിലെ ഒരു പ്രത്യേക ഭൂപ്രദേശം റിസർവ് വനമായി പ്രഖ്യാപിക്കുന്നത് ഏത് നിയമപ്രകാരം ആണ്? കേരള ഫോറസ്റ്റ് ആക്ട് 1961 പ്രകാരം ആണ് കേരളത്തിലെ ഒരു പ്രത്യേക ഭൂപ്രദേശം റിസർവ് വനമായിട്ട് പ്രഖ്യാപിക്കുന്നത്. കേരള ഫോറസ്റ്റ് ആക്ട് 1961 പ്രകാരം. എന്താണ് NFTP? NFTP. ഓപ്ഷൻ ബി, തടി ഇതര വനോൽപ്പന്നങ്ങളാണ് NFTP. തടി ഇതര വന ഉൽപ്പന്നങ്ങൾ. പ്രൊജക്ട് എലിഫന്റ് ആരംഭിച്ച വർഷം 92. ഇതുവരെ ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കുക. Transition area between two biomes, ecotone. Transition area between two biomes, ecotone. MAB stands for Man and Biosphere Program, and endemic plants are defined geographically limited areas. പശ്ചിമഘട്ടം കടന്നുപോകുന്ന സംസ്ഥാനങ്ങൾ പഠിച്ചു വെക്കണം. തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ ബോർഡിലോൺ. വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന നിയന്ത്രിക്കുന്ന ആക്ട് 1980 ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ആണ്. വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുന്ന ആക്ട് ഏതാണ്? ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്. ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ആണ് വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആക്ട് എന്ന് പറയുന്നത്. താഴെ പറയുന്നവയിൽ വിദേശ സസ്യം അല്ലാത്തത്, അപ്പൊ വിദേശ സസ്യങ്ങൾ ഏതൊക്കെ എന്നിട്ടുള്ളത് നമ്മൾ പഠിച്ചു വെക്കണം. ഏതൊക്കെയാണ്? ആഞ്ഞിലി, അക്കേഷ്യ, യൂക്കാലിപ്റ്റസ്, അതുപോലെ തന്നെ കാറ്റാടി ചെടിയുടെ ഇംഗ്ലീഷ് എന്താണ്? ക്വാഷ്വാറിന. നെക്സ്റ്റ്, ഭീമൻ പാണ്ട ഔദ്യോഗിക ചിഹ്നമുള്ള സംഘടന WWF. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോറസ്റ്റ് മാനേജ്മെന്റ് ഭോപ്പാലിൽ സ്ഥിതി ചെയ്യുന്നു. ഫിഷ് വർഗത്തിലെ വലിയ ജീവി തിമിംഗല സ്രാവ്. കടുവാ സങ്കേതം ഇല്ലാത്ത സ്ഥലം വയനാട്. പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന മരം ചെങ്കുറിഞ്ഞി. കേരള വൃക്ഷ സംരക്ഷണ നിയമം 86. മയിൽ സങ്കേതം ചൂലന്നൂർ. വർഷങ്ങളൊക്കെ കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കുക. ഗിണ്ടി നാഷണൽ പാർക്ക് ചെന്നൈ. വന്യജീവി സങ്കേതങ്ങൾ ഇല്ലാത്ത ഒരു ജില്ല കാസർഗോഡ്. കിദ്ദൂർ ഒരു സംഭവം ഇപ്പൊ വന്നിട്ടില്ലേ? കിദ്ദൂർ കാസർഗോഡ് അല്ലേ? താഴെ പറയുന്നവരിൽ ശരിയായിട്ടുള്ള പ്രസ്താവന. കിദ്ദൂർ എന്തുവായിരുന്നു? പക്ഷിയോ? പക്ഷി സങ്കേതം. സാങ്ച്വറി ആണ്. പക്ഷി ഗ്രാമം. ശരിയായ പ്രസ്താവന. വരയാട് തിരുവനന്തപുരം ജില്ലയിലെ വനങ്ങളിലും കാണപ്പെടുന്നുണ്ട്. സംസ്ഥാന വന്യജീവി ബോർഡിന്റെ ചെയർമാൻ മുഖ്യമന്ത്രി. ഒരു പ്രദേശം റിസർവ് വനമായിട്ട് പ്രഖ്യാപിക്കുന്നത് ഏത് നിയമം മൂലം? 1961 കേരള ഫോറസ്റ്റ് ആക്ട് പ്രകാരം ആണ്. NFTP എന്ന് പറഞ്ഞത് തടി ഇതര വന ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടതാണ് NFTP. പ്രൊജക്ട് എലിഫന്റ് ഏതാണ്? 92. കേരളത്തിൽ അസ്വാഭാവികമായി കാണപ്പെടാത്ത ഒരു വൃക്ഷ ഇനം ഏതാണ്? കേരളത്തില് സ്വാഭാവികമായി കാണപ്പെടാത്ത ഒരു വൃക്ഷ ഇനം.
ഏതാണ്? രക്തേന്തരം, കറവേങ്ങ, മലമ്പുന്ന, ഇരുള്. നമ്മൾ രക്തേന്തരം മാത്രമേ കേട്ടിട്ടുള്ളൂ അല്ലെ? കാണപ്പെടാത്ത അത് രക്തേന്തരം. ഓപ്ഷൻ എ. വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണം പൗരന്റെ അടിസ്ഥാന ഘടനയാണെന്ന് വ്യക്തമാക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ 82. ഓപ്ഷൻ ബി 51A ഓഫ് ജി. അധിനിവേശ സസ്യം ഓർ ജന്തു വിഭാഗത്തിൽ പെടാത്തത് ഏത്? ഏതാണ്? കാട്ടുപന്നിയാണ് അധിനിവേശ സസ്യം അഥവാ ജന്തു വിഭാഗത്തിൽ പെടാത്തത്. അന്താരാഷ്ട്ര കടുവാ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏത്? ജൂലൈ 29 അന്താരാഷ്ട്ര കടുവാ ദിനം. പാലങ്ങൾ, റെയിൽവേ സ്ലീപ്പറുകൾ മുതലായവ നിർമ്മിക്കാൻ ഉപയോഗിച്ചു വരുന്നത് ഏത് വൃക്ഷത്തിന്റെ തടിയാണ്? കമ്പകം ആണ്. കമ്പകം എന്ന് പറയുന്ന വൃക്ഷത്തിന്റെ തടിയാണ് പാലങ്ങളും റെയിൽവേ സ്ലീപ്പറുകളും മുതലായവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പശ്ചിമഘട്ടം ഒരു ഡാഷ് ആണ്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സെന്റർ ആണോ? വേൾഡ് ഹെറിറ്റേജ് സെന്ററിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പശ്ചിമഘട്ടത്തിന്. വംശനാശം സംഭവിച്ചതായി ഒരു നൂറ്റാണ്ടിലേറെ കരുതപ്പെടുകയും പിൽക്കാലത്ത് ഇവ കേരളത്തിലെ വനമേഖലകളിൽ ഉള്ളതായി കണ്ടെത്തുകയും ചെയ്ത ഒരു പക്ഷി. മക്കാച്ചിക്കാട കേട്ടിട്ടുണ്ടോ? വംശനാശം സംഭവിച്ചതായി ഒരു നൂറ്റാണ്ടിലേറെ കരുതപ്പെടുത്തുകയും പിൽക്കാലത്ത് ഇവ കേരളത്തിലെ വനമേഖലയിൽ ഉള്ളതായി കണ്ടെത്തിയ പക്ഷി മക്കാച്ചിക്കാട. CITES അപ്പൻഡിക്സ് 1, 2, 3 ഇവയിൽ ഉൾപ്പെട്ട വിദേശ ഇനം ജീവികളെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് അനുവാദമുണ്ട്. ഏത് വെബ്സൈറ്റിലാണ് 1, 2, 3 എന്നിവയിൽ ഉൾപ്പെട്ട വിദേശ ഇനം ജീവികളെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് സ്വകാര്യ വ്യക്തികൾക്ക് വളർത്താൻ? പരിവേഷ് സൈറ്റില്. പരിവേഷ്. വിദേശ ഇനം ജീവികളെ 1, 2, 3 കാറ്റഗറി സൈറ്റ് CITES എന്ന് പറയുന്ന അപ്പൻഡിക്സിൽ ഉൾപ്പെടുത്തുന്ന വിദേശ ഇനം ജീവികളെ ഏത് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും സ്വകാര്യ വ്യക്തികൾക്ക്? പരിവേഷ്. 89 അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യന്. ചാമ്പൽ മലയണ്ണാൻ സ്വാഭാവികമായി കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത്? ചിന്നാറാണ്. ചാമ്പൽ മലയണ്ണാൻ സ്വാഭാവികമായി കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ചിന്നാർ. സംരക്ഷണാർത്ഥമുള്ള കേരളം വനം വകുപ്പിന്റെ മൊബൈൽ ആപ്പ്? ഓപ്ഷൻ ബി സർപ്പ. ദേശീയോദ്യാനമല്ലാത്ത സംരക്ഷിത പ്രദേശം ഏത്? ദേശീയോദ്യാനമല്ലാത്ത സംരക്ഷിത പ്രദേശം ചെന്തുരുണി. IUCN റെഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിവിധ വിഭാഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ നോട്ട് ത്രെട്ടൻഡ്. എൻഡേഞ്ചേർഡും ലീസ്റ്റ് കൺസേണും വൾണറബിളും എല്ലാം IUCN-അകത്ത് റെഡ് ലിസ്റ്റിൽ. ഓൾറെഡി നമ്മൾ അതെല്ലാം ടോപ്പിക്ക് പഠിച്ചിട്ടുള്ളതാണ്. വന്യജീവി സംരക്ഷണം 72ന്റെ വിവിധ ഷെഡ്യൂളുകളിൽ ഉൾപ്പെടുത്തി സംരക്ഷണം ഉറപ്പാക്കിയിട്ടുള്ള ജീവികളാണ് രാജ്യത്തെ. അതും ക്യാൻസൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. NTCA എന്നാൽ എന്ത്? NTCA നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി. നാഷണൽ ടൈഗർ
കൺസർവേഷൻ അതോറിറ്റി NTCA. വന്യജീവി സംരക്ഷണം നിയമം 1972 വേട്ടയെ നിർവചിക്കുന്ന സെക്ഷൻ. വന്യജീവി സംരക്ഷണ നിയമം 1972 വേട്ടയെ നിർവചിക്കുന്നത് 2/16 എന്നാണ്. 2/16. 1972 വന്യജീവി സംരക്ഷണത്തിലെ 1972 വന്യജീവി സംരക്ഷണ നിയമത്തിലെ വേട്ടയെ നിർവചിക്കുന്ന സെഷൻ ഏതാണ്? 2/16. നോട്ടിഫൈഡ് സാങ്ച്വറി അല്ലാത്തത് ഏത്? നോട്ടിഫൈഡ്. ചൂലന്നൂറും കുമരകവും തട്ടേക്കാടും ഒക്കെ നോട്ടിഫൈഡ് സാങ്ച്വറികളിൽ ചൂലന്നൂറും മംഗളവനവും തട്ടേക്കാടും എല്ലാം നോട്ടിഫൈഡ് സാങ്ച്വറിയിൽ ഉൾപ്പെടുന്നുണ്ട്. കുമരകം അല്ല. ഓപ്ഷൻ സി, നോട്ടിഫൈഡ് സാങ്ച്വറീസ്. കുമരകം ഒഴിച്ച് ബാലൻസ് അല്ല. കുമരകം, ചൂലന്നൂറും മംഗളവനവും തട്ടേക്കാടും നോട്ടിഫൈഡ് സാങ്ച്വറീസ്. പെരിയാർ ബയോഡൈവേഴ്സിറ്റി റിച്ച് വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി, ചിന്നാർ ബേർഡ് ഹെവൻസ്, കുമരകം, തട്ടേക്കാട്, ഇതെല്ലാം കാണിക്കുന്നുണ്ടല്ലോ ഇതിനകത്ത്. ഓക്കെ, ഞാൻ നോക്കിയിട്ടൊന്നുകൂടെ പറയാം. റിസർവ് വനത്തിന്റെ അന്തിമ വിജ്ഞാപനം. കേരള വനം 1961 സെക്ഷൻ ഏത് പ്രകാരം? റിസർവ് വനത്തിന്റെ അന്തിമ വിജ്ഞാപനം സെക്ഷൻ ഏതാണ്? സെക്ഷൻ 19. റിസർവ് വനത്തിന്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ കേരള വന നിയമം 1961 ഏത് സെക്ഷൻ പ്രകാരം ചെയ്യുന്നു? സെക്ഷൻ 19 പ്രകാരം റിസർവ് വനമായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഈ സെക്ഷൻസും ഇങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അതൊക്കെ വരും. ഇന്നാളി വീഡിയോ പരീക്ഷയ്ക്കും KS-ന്റെ ഇതിനും എല്ലാം വന്നിട്ടുണ്ട് ആ രീതിയിലുള്ളത്. അത് ഇതെല്ലാം കൃത്യമായിട്ട് പഠിക്കണം. സെക്ഷൻസ് ഒന്നും കളയരുത് കേട്ടോ. അപ്പൊ വന്യജീവി സംരക്ഷണം 1972. ഇപ്പൊ ലേറ്റസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ. സ്വാഭാവികമായി കാണപ്പെടാത്ത ഒരു വൃക്ഷ ഇനമാണ് കേരളത്തില് രക്തചന്ദനം. അപ്പൊ ബാക്കി എന്തൊക്കെയാണ്? കറവേങ്ങയും മലമ്പുന്നയും ഇരുളും ഒക്കെ കേരളത്തില് സ്വാഭാവികമായിട്ട് കാണപ്പെടുന്നു. കറവേങ്ങ, മലമ്പുന്ന, ഇരുള്. രക്തചന്ദനത്തിന് മാറി മാറി വേറെ ഏതെങ്കിലും തരും. വനങ്ങളെയും വന്യജീവി സംരക്ഷണം പൗരന്റെ അടിസ്ഥാന കടമ 51A ഓഫ് GR. അധിനിവേശ സസ്യം ഓർ ജന്തു വിഭാഗത്തിൽ പെടാത്തത് കാട്ടുപന്നി. ചെഞ്ചെവിയൻ ആമയും റെഡ് ഇയേർഡ് സ്ലൈഡർ, ആഫ്രിക്കൻ കാറ്റ് ഫിഷ്, ബിറ്റർ വൈൻ ഇവയെല്ലാം അധിനിവേശ സസ്യത്തിൽ അല്ലെങ്കിൽ ജന്തുവിനകത്ത് ഉൾപ്പെടുന്നതാണ്. ബിറ്റർ വൈന്, ആഫ്രിക്കൻ കാറ്റ് ഫിഷ്, റെഡ് ഇയേർഡ് സ്ലൈഡർ, ചെഞ്ചെവിയൻ ആമ. അധിനിവേശം. കടുവ ദിനം ജൂലൈ 29. പാലങ്ങൾ, റെയിൽവേ സ്ലീപ്പറുകൾ മുതലായവയുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നത് ഏത് വൃക്ഷത്തിന്റെ തടിയാണ്? കമ്പകം. കഴിഞ്ഞ ദിവസം നമ്മൾ ലാസ്റ്റില് പഠിച്ചിരിക്കുന്ന ബന്ദിക് സോൺ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൃത്യമായിട്ട്
പഠിച്ചു വെച്ചിരിക്കണം. ആ MCQs കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. പശ്ചിമഘട്ടം ഒരു യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സെന്റർ ആണ്. വംശനാശം സംഭവിച്ചതായി ഒരു നൂറ്റാണ്ടിലേറെ കരുതപ്പെടുകയും പിൽക്കാലത്ത് ഇവ കേരളത്തിലെ വനമേഖലകളിൽ കണ്ടെത്തിയിരിക്കുന്ന ഒരു പക്ഷിയാണ് മാക്കാച്ചിക്കാട. സൈറ്റ്സ് അപ്പൻഡിക്സ് 1, 2, 3 എന്നിവയിൽ ഉൾപ്പെട്ട വിദേശ ഇനം ജീവികളെ പരിവേഷ് സൈറ്റിൽ പരിവേഷ്. ചാമ്പൽ മലയണ്ണൻ സ്വാഭാവികമായിട്ട് കാണപ്പെടുന്നു ചിന്നാറിൽ. പാമ്പുകളുടെ സംരക്ഷണാർത്ഥം സർപ്പ വനം വകുപ്പിന്റെയാണ്. ദേശീയോദ്യാനം അല്ലാത്തത് തന്നിരിക്കുന്നവയിൽ ശെന്തുരുണി, ഇരവികുളം, സലിൻ വാലി, പാമ്പാടുംചോല. IUCN റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് എൻഡേഞ്ചേർഡും ലീസ്റ്റ് കൺസേണും വൾണറബിളും. NDCA നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി. നോട്ടിഫൈഡ് സാങ്ച്വറീസ് ചൂലന്നൂർ, മംഗളവനം, തട്ടേക്കാട്. റിസർവ് വനത്തിന്റെ അന്തിമ വിജ്ഞാപനം കേരള വന നിയമം 1961 സെക്ഷൻ 19 പ്രകാരം. വന്യജീവി സംരക്ഷണ നിയമം 72 വേട്ടയെ സൂചിപ്പിക്കുന്നു 2 of 16. വേട്ടയെ സൂചിപ്പിക്കുന്നു 2 of 16. അപ്പൊ നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസിന്റെ ബാച്ചിൽ വേണമെങ്കിൽ ഇനിയും ജോയിൻ ചെയ്യാവുന്നതാണ്. പേപ്പർ 1ഉം പേപ്പർ 2ഉം കൂടെ ചേർത്തിട്ട് 185 മാർക്കിൻ്റെതാണ്. 799 ആണ് ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി അത് കൂടാതെ ഇനി നിങ്ങൾ പേപ്പർ 2 മാത്രമായിട്ട് വേണ്ടവർക്കാണെങ്കിൽ അത് നമുക്ക് ടെലഗ്രാമിൽ അവൈലബിൾ ആണ്. PDF-ഉം റെക്കോർഡ് സെഷൻസും അവൈലബിൾ ആയിരിക്കും. 399 ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ച് ബാക്കിയെല്ലാം ഈ സ്ലൈഡിൽ കാണുന്ന കണ്ടന്റും അവൈലബിൾ ആയിരിക്കും. താല്പര്യമുള്ളവർ ഈ നമ്പറിൽ എത്രയും പെട്ടെന്ന് മെസ്സേജ് ചെയ്യുക. ഇവിടെ നമ്മൾ 21 ഡേയ്സിലെ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സെക്രട്ടറി അസിസ്റ്റന്റിന് പേപ്പർ 2 കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു.